നമ്മുടെ ഇലകളും പൂക്കളും ഒക്കെ കൊണ്ടുള്ള ഡ്രസ്സിൻ്റെ ഫ്രണ്ട് വശത്തിന് വേണ്ടി നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രസമുണ്ടടാ. അത് അല്ലടാ, നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് നല്ലതാകുമോ അതോ ഫ്ലോപ്പ് ആകുമോ? നോക്കാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രസ്സ് ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പീസാണ്. അപ്പോൾ ഈ ഒരു മുണ്ടിൽ നിന്നും ഇത്രയും പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മളൊരു ക്രോപ്പ് ടോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കിടപ്പുണ്ട്. ഷോർട്സൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഈ ഒരു പീസ് കൊണ്ടിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായി ഞാൻ അളവെടുക്കുന്ന തുണിയാണ്. ഇതിപ്പോൾ എല്ലാത്തിനും ഇതാണ് അളവെടുക്കുന്നത്. അതങ്ങോട്ട് വെച്ചു. ഒരു ലോങ് ടോപ്പ് ചെയ്യാവേ. അപ്പോൾ ഇന്നത്തെ ടോപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. തുണി നമുക്ക് ബാലൻസ് വന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ അളവിൻ്റെ തുണി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നായിട്ട് ഈ കരഭാഗം എനിക്ക് വേണ്ട. അപ്പോൾ ഈ കരയുടെ തൊട്ടിപ്പുറമുള്ള വശം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അളവിന് വേണ്ടി തുണി വെച്ചിട്ടുണ്ട്. കൈക്കുഴിയുടെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു സൈഡിലത്തെ. അതേപോലെ തന്നെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, ഇവിടെയും ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗവും കൈക്കുഴിയുടെ ഭാഗം. അതിനുശേഷം താഴോട്ടിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് എനിക്ക് എത്ര വേണം അതിനനുസരിച്ച്. അതേപോലെ തന്നെ താഴോട്ട് നമ്മുടെ ഈ സൈഡ് അളവ് താഴോട്ട് വെച്ചിട്ടുണ്ട്. താഴോട്ട് ഈ ടോപ്പിന് എത്ര തന്നെ ഇറക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഏകദേശം ഒന്ന് വരച്ചെടുത്തിട്ട് നമ്മുടെ ടോപ്പ് മാറ്റുക. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ക്രോപ്പ് ടോപ്പ് നേരത്തെ കട്ട് ചെയ്തെടുത്തത്. ഈ പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. കൈയൊക്കെ വെക്കാൻ ഉപകാരമായിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ രണ്ടായിട്ട് മടക്കി ഈ ഒരു പോർഷൻ നമുക്ക് രണ്ടാക്കാം. ബാക്കിയുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ടോപ്പ് ചെയ്യാനായിരുന്നു. അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ, അതായത് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തുണിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഡൈ അല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫാബ്രിക് ഡൈ, നമ്മുടെ ഡൈ പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതല്ല. അതിന് പകരമായിട്ട് നമ്മളൊരു എക്കോ പ്രിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പ് തയ്ക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതിൽ ചെയ്യാം. ഫ്രണ്ട് വശവും പുറകു വശത്തിന് വേണ്ടിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പഴയ ചുരിദാറിൻ്റെ അളവ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷനും പുറകു വശവും. അതിൽ ഞാൻ കൈയുടെ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല, കഴുത്തും ഒന്നും കട്ട് ചെയ്തിട്ടില്ല. നോർമലി 2 പീസ് മാത്രമാണ്, ചെറിയൊരു ലോങ് ടോപ്പിന് വേണ്ടിയുള്ള ചെറിയ 2 പീസ് മാത്രമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ഫ്രണ്ട് പോർഷൻ വരുന്ന ഈ ഒരു പീസിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഏതാണോ വേണ്ടത് അപ്പോൾ ഇതെടുക്കാം. എക്കോ പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഫ്ലവേഴ്സും കുറച്ച് പ്ലാന്റ്സും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് പറിക്കാം. അപ്പോൾ തികച്ചും പരീക്ഷണം മാത്രമാണ്, വിജയിക്കോ ഇല്ലയോ എന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എടുക്കാം. ഈ ഒരു പൂവ് പിന്നെന്താണ് ഇതെടുക്കാം. ഇതിൻ്റെ 2 ഇല. ഈ ഒരു കളറ് കിട്ടുമായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേയേറെ പൂക്കളും കുറച്ച് ഇലകളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളറൊക്കെ വരുമായിരിക്കും എന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്തെ പീസ്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് ഏറെക്കുറെ ഇവിടം വരെയൊക്കെ വരുമായിരിക്കും അല്ലേ. അപ്പോൾ അത് ഒഴിച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൂ ഇങ്ങോട്ട് വെക്കാം. നമ്മുടെ ഫസ്റ്റ് പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിരികെയാണ് വെക്കുന്നത്, മറിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട് വശം ഒന്ന് സെറ്റ് ചെയ്യാം, എന്നിട്ട് താഴോട്ട് ചെയ്യാം. ഇവിടെയും വെച്ചൊരു പൂവ്, പിന്നെ ഒരു ബ്രൗൺ കളറിൽ എന്തോ ഒരു പൂവില്ല, ഇത് നമുക്കിവിടെ വെക്കാം. അപ്പോൾ ഇത് വെച്ചാൽ മാത്രം പോരാ, നമ്മുടെ സെല്ലോ ടേപ്പ് ഉണ്ട്. സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചുകൂടെ കൊടുക്കാം.
വിജയകരമായി മൂന്നാമത്തെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയകരമായി പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറച്ച് പണിയാണ്. പണിയെന്ന് വെച്ചാൽ ഒന്നാമത് ഇത് വാങ്ങിക്കുമ്പോൾ സെല്ലോ ടേപ്പ് വാങ്ങിക്കുമ്പോൾ വീതിയുള്ളത്, ഇപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിച്ചല്ലേ ഇവിടെ ഇരുന്നത് എടുത്തതാണ്. ഇതിനു വേണ്ടി വാങ്ങിക്കുമ്പോൾ വലുത് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 2 ഒട്ടിയിരുന്ന് സംഭവം സെറ്റാണ്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ലടാ, അപ്പോൾ അതിൻ്റെ ചാറങ്ങ് കണ്ടമാനം തെറിക്കും. ഇതാകുമ്പോൾ അതാണ് പ്രശ്നം. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പ് ഇടരുത്. അതവിടെ നിൽക്കണമെന്ന് മാത്രമല്ല, അത് കവർ ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കണം. നമ്മൾ ആ ഒട്ടിക്കാത്ത ഭാഗത്തോട്ട് ചാറ് ഒത്തിരി തെറിച്ച് കയറും. ചാറെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ചുറ്റിക വെച്ച് അടിക്കുമല്ലോ. ശരിയാ. അപ്പോൾ നമ്മുടെ ഇലകളും പൂക്കളും ഒക്കെ കൊണ്ടുള്ള ഡ്രസ്സിൻ്റെ ഫ്രണ്ട് വശത്തിന് വേണ്ടി നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചുറ്റിക വേണ്ടി ഇടിക്കാം. നമ്മൾ ചുറ്റിക കൊണ്ട് നല്ല ഇടിയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. 1-2 എണ്ണം ഫ്ലോപ്പായെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇപ്പുറത്തെ വശത്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഏറെക്കുറെ നല്ല രസമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇളക്കുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുവിടാം. അപ്പോൾ നമുക്കിത് നിലത്തോട്ട് വെച്ചിട്ട് ഇളക്കി നോക്കാം. ഒരാൾ ഉറക്കം എണ്ണീറ്റ് വന്നതിൻ്റെ മൂഷാട്ടയാണ്. ഉറക്കം എണ്ണീറ്റ് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. നിവർത്തിയിട്ട് നമുക്ക് ഒരെണ്ണം ഇളക്കി നോക്കാം. ഒരെണ്ണം ഇളക്കി നോക്കട്ടെ. ഇവിടെ നിൽക്കണേ. പുറകുവശം കാണാനൊരു ഗുമ്മൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഈ ഒരു ബ്രൗൺ കളറിൽ ഒന്ന് ഇളക്കി നോക്കാം. പഠിച്ചവനെ ഞങ്ങൾ കാത്തു. കൊള്ളാല്ലേ, ഭംഗിയുണ്ട്. ഇല്ല, ആമ്പിള്ളേരുടെ പ്രിന്റഡ് ഷർട്ട് ഇല്ലയോ വൈറ്റ് കളർ വന്നിട്ട് ഇത് മാത്രം ഇല വെച്ച് കൊടുക്കുമെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? അല്ലേടാ, അടുപ്പിച്ച് അങ്ങും ഇങ്ങും വെക്കാം. ഈ ഇല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് ഇളക്കി കണ്ട മോനെ നോക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ ബാലൻസ് ഉള്ള ഓരോ ഭാഗത്തെയും ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഇളക്കി നോക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതേപോലെ ഫ്ലവേഴ്സും അതേപോലെ തന്നെ ഇലകളും ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള പൂക്കൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഒത്തിരി ചാറുള്ള പൂക്കൾ എടുക്കുകയാണെങ്കിൽ അത് ഇതേപോലെ പടർന്നു വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എടുത്തതിലൊരു കുഞ്ഞു വല്ലിറ്റിപ്പൂ അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് വെച്ചിട്ടൊരു ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ആ ചാറിൻ്റെ ഒരു നനവൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് എടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങും കൂടി വേണം. കുറേ പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട്. വേണം ഈ ഒരു ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അതായത് നല്ല ചിലയിടത്തൊക്കെ അതിൻ്റെ പെർഫെക്ഷൻ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചിലയിടത്തൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂവ് നല്ല ഭംഗിയിൽ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതും ഇതിൻ്റെ ബാക്കിയായിട്ട്. ബൈ ബൈ.